ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് ഞങ്ങളുടെ മോളുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് സ്നാക്ക് ഐറ്റംസ് ആണ്. ഹോൾ വീറ്റ് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു പാൻകേക്ക് റെസിപ്പിയാണ്. മാത്രമല്ല ഇതിനകത്ത് നമ്മൾ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. മൈദയും ബേക്കിംഗ് സോഡയും ഒന്നുമില്ലാതെ തന്നെ വളരെ സോഫ്റ്റും ഫ്ലഫിയുമായിട്ടുള്ള പാൻകേക്സ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. എന്നാൽ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് കിടക്കാം. മൈദയും ബേക്കിംഗ് സോഡയും ഒന്നുമില്ലാതെ വളരെ ഹെൽത്തി ആയിട്ട് ഗോതമ്പും മുട്ടയും ഒക്കെ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഓപ്ഷനാണ്. അപ്പോൾ കുട്ടികൾ മുട്ട തന്നെ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമാവും. മാത്രമല്ല സ്കൂളിലൊക്കെ പോയി തുടങ്ങിയ കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റിയൊരു റെസിപ്പിയാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടവും ആവും. മാത്രമല്ല നമുക്ക് വേഗം ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇത് തയ്യാറാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഒരു 1/2 കപ്പ് ആട്ടയാണ്, അതായത് ഗോതമ്പ് പൊടി. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടതൊരു മുട്ടയാണ്. അത് പക്ഷേ നമ്മൾ എഗ് വൈറ്റും യോക്കുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത ശേഷം ആ യോക്ക് മാത്രമാണ് മാവിൻ്റെ കൂടി ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് സെപ്പറേറ്റ് ചെയ്തിട്ട് വൈറ്റ് മറ്റൊരു ബൗളിലേക്ക് ഇടാം. നിങ്ങൾ യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും മഞ്ഞക്കരുവിൻ്റെ ഒട്ടും തന്നെ ആ വൈറ്റിൽ പോവാതെ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ചെയ്തപ്പോൾ ഒരല്പം മഞ്ഞ അതിലോട്ട് പോയിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാറ്റിയേക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം ശ്രദ്ധിച്ച് ചെയ്യണേ. അപ്പം ഞാൻ ആ മഞ്ഞ ഒന്ന് മാറ്റിയിട്ടുണ്ട്. നമുക്ക് എഗ് വൈറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ഈ മാവിൻ്റെയും മുട്ടയുടെയും കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് മധുരത്തിനായിട്ട് ഞാൻ ചേർക്കുന്നത് പനങ്കർക്കണ്ടാണ്. പനങ്കർക്കണ്ട് ഹെൽത്തി ഓപ്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ അത് ചേർക്കുന്നത്. ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞാണ് നമ്മൾ ഈ റെസിപ്പി കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വൈറ്റ് ഷുഗർ വേണമെങ്കിൽ ഉപയോഗിക്കാം. പനങ്കർക്കണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഞാൻ ഏതാണ്ട് ഒരു 3-4 ക്രിസ്റ്റൽസ് ഇതുപോലത്തെ നന്നായിട്ട് അലിയിച്ചെടുത്തതാണ്. ഇത് അത്യാവശ്യം മധുരമുള്ള പനങ്കർക്കണ്ടാണ്. അപ്പം ഞാനിത് ഏതാണ്ട് ഒരു 3 ക്രിസ്റ്റൽസോളം അല്പം വെള്ളത്തിൽ അലിയിച്ച് എടുത്തതാണ് ചേർക്കുന്നത്. അപ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ പാല് ഞാനിവിടെ ഏതാണ്ട് ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു വയർ വിസ്ക് ഉപയോഗിച്ചാണ് ഞാനിവിടെ മിക്സ് ചെയ്യുന്നത്. വയർ വിസ്ക് ആണെങ്കിൽ വേഗം തന്നെ നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു തവിയോ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ കട്ടകളൊന്നും ഇല്ലാതെ യോജിപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പാല് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. കാരണം ഒരുപാട് ലൂസായിട്ട് പോകാനായിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആ ഒരു ടെക്സ്ചർ വരുന്നവരെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏതാണ്ട് ഒരു 1/2 കപ്പാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ടെക്സ്ചർ അനുസരിച്ച് നിങ്ങൾ പാല് ചേർത്ത് കൊടുക്കുക. മാത്രമല്ല ഞാനിവിടെ പനങ്കർക്കണ്ടിൻ്റെ വെള്ളമാണ് ചേർത്തത്. അപ്പോൾ അതിലും കുറച്ച് വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഷുഗറാണ് ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി പാല് നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ കറക്റ്റ് ടെക്സ്ചർ എത്തിയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് മുട്ട വെള്ളം നമ്മൾ മാറ്റി വെച്ച് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു വയർ വിസ്ക് ഉപയോഗിച്ചാണ് പതപ്പിച്ചെടുക്കുന്നത്. ഏതാണ്ട് ഒരു 5 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് പതഞ്ഞ് കിട്ടും നമുക്ക്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചും ചെയ്യാം. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫോർക്ക് ഉപയോഗിച്ചും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. പക്ഷേ ഫോർക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അല്പം സമയം കൂടുതൽ വേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ മഞ്ഞ ഒട്ടും തന്നെ ഇതിലില്ലാതെ ശ്രദ്ധിക്കണം. മഞ്ഞ ഉണ്ടെങ്കിൽ ഇതുപോലെ പതഞ്ഞു വരാനായിട്ട് ബുദ്ധിമുട്ട് കാണും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ മുട്ടയുടെ വെള്ളം എടുക്കുന്ന സമയത്ത് ഈ ബൗളിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതിരിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ വെള്ളവും മഞ്ഞയും ഒട്ടും തന്നെ പാടില്ല. എന്നാലേ നമുക്കിതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഇത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് മാത്രം എടുക്കുക. ഒരുപാട് ഫോഴ്സ് ഉപയോഗിച്ച് മിക്സ് ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ പതപ്പിച്ചെടുക്കുന്നതിലും മിക്സ് ചെയ്യുന്നതിലുമാണ് അതിൻ്റെ ആ ടെക്സ്ചർ കിട്ടുന്നത് നമുക്ക്.
അപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറായി. ഇനി നമുക്ക് ഒരു തവ ചൂടാക്കാനായിട്ട് സ്റ്റൗവിലേക്ക് വെക്കാം. ഞാനിവിടെ ഒരു അയൺ തവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല സീസൺ ചെയ്ത അയൺ തവയാണ്, അപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും നല്ലൊരു പാത്രം തന്നെ എടുക്കുക. എന്നിട്ട് ഏതാണ്ട് ഒരു സ്പൂൺ മാവ് ഞാൻ ഒഴിച്ചു കൊടുക്കാം. സ്പൂൺ എന്ന് പറയുമ്പം വലിയ സ്പൂണാണ് കേട്ടോ, നമ്മൾ കറികളൊക്കെ എടുക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. തീരെ ഒരുപാട് ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ചിലപ്പം അടിഭാഗം കരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചെടുക്കുക. ഇതാ നമ്മുടെ മാവ് കറക്റ്റ് ഒരു ടെക്സ്ചറിൽ വരുമ്പോഴാണ് ഇതുപോലെ നിറയെ ഹോൾസ് അതിനകത്തോട്ട് വരുന്നത്. അപ്പം നിങ്ങളുടെ മാവിൽ ഒരുപാട് ഹോൾസ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ടെക്സ്ചറിൽ ഒരല്പം വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൻകേക്സ് തന്നെ കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് ഏതാണ്ട് ഒരു മിനിറ്റ് മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലഫി പാൻകേക്സ് തയ്യാറായിട്ടുണ്ട്. ഞാനിതിപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കാതെ ചെയ്യാനായിട്ട് കാണിച്ചതാണ്. കാരണം ഇത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഓൾമോസ്റ്റ് എവറി ഡേ ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ് ആയിരുന്നു ഒരു സമയത്ത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ബേക്കിംഗ് സോഡ ഇല്ലാതെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. നിങ്ങൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുന്നതാണെങ്കിൽ ബേക്കിംഗ് സോഡ ഇല്ലാതെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ മോളുടെ ഫേവറേറ്റ് സ്നാക്ക് ഓപ്ഷനാണ് ഇത്. ഓൾമോസ്റ്റ് എവറി ഡേ ഒരു സ്റ്റേജിൽ എന്നോട് വന്ന് പാൻകേക്ക് വേണം എന്ന് പറഞ്ഞ് ചോദിച്ച് വാങ്ങിക്കുന്ന ഒരു സ്നാക്കായിരുന്നു. മാത്രമല്ല സ്കൂളിൽ പോകുന്ന സമയത്തും സ്നാക്സായിട്ട് പല ദിവസങ്ങളിലും കൊടുത്തു വിട്ടിട്ടുള്ളത് പാൻകേക്സ് ആണ്. അപ്പോൾ വളരെ ഇഷ്ടമുള്ള ഒരു സ്നാക്സാണ് മോളുടെ. ഇത് പ്ലെയിനായിട്ട് തന്നെയാണ് ഞാനിങ്ങനെ സെർവ് ചെയ്യാറുള്ളത്. പക്ഷേ ചില കുട്ടികൾക്ക് അല്പം കൂടി മധുരം ഇഷ്ടമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരല്പം തേനും കൂടി അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അല്ല നിങ്ങളുടെ കയ്യിൽ മേപ്പിൾ സിറപ്പ് ഉണ്ടെങ്കിൽ അതും ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കുട്ടികൾ മുട്ടയൊന്നും ജസ്റ്റ് വെറുതെ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻസിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.